അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫാത്തിമ, നിനക്കൊരു ഉറുമാമ്പഴം തിന്നണമെന്ന ആഗ്രഹം എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ മാർക്കറ്റിൽ പോയി ഒരു ഉറുമാമ്പഴം വാങ്ങി മടങ്ങി വരികയായിരുന്നു. വഴിയിൽ വെച്ചുകൊണ്ട് ഭക്ഷണത്തിന് വിഷമിക്കുന്ന ഒരാളെ കണ്ടപ്പോൾ ഞാൻ ആ ഉറുമാമ്പഴം അയാൾക്ക് നൽകി. മറ്റൊന്ന് വാങ്ങാൻ എൻ്റെ കൈവശത്തിൽ പൈസ ഇല്ലാത്തത് കൊണ്ട് ഞാൻ വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, പുതുമണവാളരെ, എനിക്ക് റാഹത്തായി. നിങ്ങളത് കൊടുത്തിട്ടില്ലെങ്കിലാണ് എനിക്ക് ടെൻഷൻ. കൊടുത്തതുകൊണ്ട് എനിക്ക് വളരെ വലിയ സന്തോഷമായി എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അബ്ദുല്ലാഹിബിൻ അംർ ബിൻ അൽ-ആസ് റളിയല്ലാഹു അൻഹു വരുന്നുണ്ട്. മൂപ്പരെ കയ്യിലൊരു കീസുണ്ട്. ആ കീസ് അലിയാർക്ക് കൊടുത്തിട്ട് പറഞ്ഞു, അലിയാരേ, ഇതൊരാൾ നിങ്ങൾക്ക് തരാൻ വേണ്ടി ഏൽപ്പിച്ചതാണ്, ഉറുമാമ്പഴാണ് എന്ന് പറഞ്ഞു. അലി റളിയല്ലാഹു അൻഹു അവർ തുറന്നു നോക്കുമ്പോൾ 9 ഉറുമാമ്പഴം ഉണ്ടായിരുന്നു. അലി റളിയല്ലാഹു അൻഹു ഇത് കണ്ടേക്കിന് പറഞ്ഞു, അമ്രേ, ഈ ഉറുമാമ്പഴം എനിക്കുള്ളതല്ല കേട്ടോ. മൂപ്പര് പറഞ്ഞു, നിങ്ങൾക്കുള്ള തന്നെയാണ്, ഉറപ്പായിട്ടും നിങ്ങൾക്കുള്ളതാണ്, ഇതൊരിക്കലും എനിക്കുള്ളതാവില്ല. അതെന്താ നിങ്ങൾ അങ്ങനെ പറയാനെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അൽ ഹസനത്തു ബി അശ്രി അംസാലിഹാ എന്ന് പുന്നാര നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നന്മ 10 ഇരട്ടി കൊണ്ടാണ് തിരിച്ചു കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് 9 ഉറുമാമ്പഴേ ഉള്ളൂ, അള്ളാഹിൻ്റെ റസൂലിന് തെറ്റൂല എന്ന് പറഞ്ഞു. അള്ളാഹിൻ്റെ റസൂലിന് തെറ്റൂല, ഇത് 9 ഉറുമാമ്പഴേ ഉള്ളൂ, ഇതിനുള്ളതാവാൻ ഒരു സാധ്യതയില്ല പറഞ്ഞപ്പോൾ അംർ ബിൻ അൽ-ആസ് റളിയല്ലാഹു അൻഹു ഒരു ഉറുമാമ്പഴം ഇങ്ങനെ പിന്നിക്ക് പിടിച്ചിരുന്നു. അതും കൂടി ഞാൻ കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഉള്ളതിനെ തന്നെ 10 എൻ്റെ എടുത്തോളിയായിരുന്നു. നമുക്ക് എന്താ പറ്റിച്ചാൽ വിശ്വാസമായില്ല. ഒന്നിന് 10 കിട്ടുന്നുള്ളത് നമുക്ക് വിശ്വാസമായില്ല. അതുകൊണ്ട് നമ്മൾ കുട്ടികളാരും ആ ബിസിനസ് പഠിപ്പിച്ചില്ല. ലോകത്തെ ഏറ്റവും ലാഭമുള്ള ബിസിനസ് സ്വതക്കയാണ്. ലോകത്തെ ഏതെങ്കിലും പൈസക്കാരുണ്ടെങ്കിൽ, മുഅ്മിനീങ്ങളായ പൈസക്കാരുണ്ടെങ്കിൽ നിങ്ങൾ പരിശോധിച്ചോളി, ഓനോ ഓൻ്റെ വാപ്പേ വാപ്പാൻ്റെ വാപ്പേ സ്വതക്ക കൊടുത്തുകൊണ്ടായിരിക്കും മുതലാളിയായിട്ടുണ്ടാകുക. 3 തലമുറയിൽ ആരെങ്കിലും ഒരാൾ സഹയ്യ് ധർമ്മിഷ്ഠനായിരിക്കും. മുഅ്മിനീങ്ങളിൽ സമ്പത്തുണ്ടോ അവൻ്റെ 3 തലമുറയിൽ ആരെങ്കിലും ഒരാൾ ധർമ്മിഷ്ഠനായിരിക്കുമെന്ന കാര്യം തീർച്ചയാണ്. മുഅ്മിനീങ്ങളിൽ സാമ്പത്തികമായി ഞെരുക്കവും പ്രയാസവും രോഗം കാരണവുമായുള്ള വിഷമവും ഒരാൾ അനുഭവിക്കുന്നുണ്ടോ? മക്കളിൽ ബുദ്ധിവൈകല്യമുണ്ടോ, ചിന്താവൈകല്യമുണ്ടോ, അംഗവൈകല്യമുണ്ടോ എങ്കിൽ പരിശോധിക്കേണ്ടത് അനന്തരം കൊടുക്കാൻ ബാക്കിയുള്ള മുതൽ പിടിച്ചു വച്ചിട്ടുണ്ടോ, യത്തീമിൻ്റെ മുതൽ അപഹരിച്ചിട്ടുണ്ടോ, വഖഫ് മുതൽ അന്യാധീനപ്പെടുത്തിയിട്ടുണ്ടോ എന്നതാകുന്നു. മുതലുമേണ് എല്ലാ കാര്യം കിടക്കുന്നത്. അതുകൊണ്ട് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ തുടരണം. അത് കുട്ടികളെ പഠിപ്പിക്കണം. അതന്നെയാണ് കുടുംബത്തിലെ ദീന് പറഞ്ഞാൽ. അതാണ് കുടുംബത്തിലെ ദീന് എന്ന് പറഞ്ഞത്. ഒരു കുട്ടി 3 മാസത്തിൽ കരയുന്നത് അള്ളാഹുവിനെ ആലോചിച്ചുകൊണ്ട് മാത്രമാണെന്നും, രണ്ടാമത്തെ 3 മാസം കരയുന്നത് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടാണെന്നും, മൂന്നാമത്തെ 3 മാസത്തിൽ കരയുന്നത് വാപ്പാനെയും ഉമ്മാനെയും ഓർത്തുകൊണ്ടായിരിക്കുമെന്നും ബഹുമാനപ്പെട്ട തഴവ ഉസ്താദിൻ്റെ അൽ മവാഹിബുൽ ജലിയയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ഹദീസാണ്. തഴവ ഉസ്താദ്, അള്ളാഹു അവരുടെ ദർജ ഉയർത്തി കൊടുക്കട്ടെ, തഴവൻ്റെ അൽ മവാഹിബുൽ ജലിയയിൽ പറഞ്ഞിട്ടുണ്ട്, കുട്ടി ആദ്യത്തെ 3 മാസം അള്ളാഹിനെ ആലോചിച്ചാണ് കരയാന്ന്. അതുകൊണ്ട് ആദ്യത്തെ 3 മാസം താരാട്ട് പാടുന്നത് അള്ളാഹുവിനെ കുറിച്ചായിരിക്കണം. എന്തേലും ഒരു രണ്ടും ഡിഗാ എന്ന് പാടി ഉറക്കാനൊന്നും പറ്റില്ല. ആദ്യത്തെ 3 മാസം അള്ളാഹിനെ പറ്റി മാത്രം പാടണം. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. 3 മാസം അള്ളാഹിനെ പറ്റിയിട്ടാണ്. അതാണ് താരാട്ടിൻ്റെ രഹസ്യം. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആയത്തെ 3 മാസം അള്ളാഹിനെ പറ്റിയ പാടുണ്ട്. ഈ ദുനിയാവിൽ വന്നതിന് ശേഷം ഒരു കുട്ടി ആദ്യമായി കരയുന്നത് അള്ളാഹുവിൻ്റെ പേര് കേൾക്കാനാണ്. അതാണ് താരാട്ടിൻ്റെ രഹസ്യം എന്ന് പറയുന്നത്. ഏത് കുട്ടിയും, മുഅ്മിനിൻ്റെ കുട്ടി അങ്ങനെ തന്നെയാണ്, കാഫിറിൻ്റെ കുട്ടി അങ്ങനെ തന്നെയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എഴുതി കൊടുത്താൽ കാഫിറിൻ്റെ കുട്ടിയും കരച്ചിൽ നിർത്തും. അടുത്ത വീട്ടിൽ ഒരു കാഫിറിൻ്റെ കുട്ടി കരയാണെന്ന് വിചാരിക്കുക, അമുസ്ലിമായ ഒരാളുടെ കുട്ടി കരയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളിവിടെ ഇരുന്നിട്ട് ആ കുട്ടി എങ്ങനെ ഇമേജ് ചെയ്യുക, മനസ്സിലിങ്ങനെ കൊണ്ടുവരിക ആ കുട്ടിനെ. എന്നിട്ട് ആ കുട്ടിക്ക് പാടിക്കൊടുക്കുന്നതായിട്ട് നമ്മളിവിടെ ഇരുന്ന് ഇങ്ങനെ പാടുക. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. കരച്ചു തീർത്തു. നോയിക്കോളി, നിങ്ങൾ നോയിക്കോളി, ഇല്ലെങ്കിൽ എൻ്റെ വാട്സപ്പിൽ ബന്ധപ്പെട്ടോളി. നിർത്തി. അതാണ്. അപ്പോൾ കുട്ടി 3 മാസം കരയുന്നത് അള്ളാഹുവിനെ ആലോചിച്ചുകൊണ്ട്. രണ്ടാമത്തെ 3 മാസം മുസ്തഫ നബി തങ്ങളുടെ
ആദ്യത്തെ 3 മാസം ദിക്റിൻ്റെ മക്കാമിലാണ്, രണ്ടാമത്തെ 3 മാസം സ്വലാത്തിൻ്റെ മക്കാമിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ചാണ് പിന്നത്തെ 3 മാസം പാടേണ്ടത്. നബി തങ്ങളെങ്ങനെ പരിചയപ്പെടുത്തുന്ന പാട്ടുകൾ ഇങ്ങനെ പാടന്നെ. അതമ്മ ഖബലൽ വഹി 40 വ ഉംറുഹു ഖദ് ജാവസ 60. നബിനെ പരിചയപ്പെടുത്തുന്ന പാട്ട്. മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസഖലൈനി വൽ ഫരീഖൈനി മിൻ ഉർബി വമിൻ ജമീ മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. രണ്ടാമത്തെ 3 മാസം ഏത് ഭാഷയിലും പാടാം. അറബി തന്നെ ഇക്കോളന്നില്ല, മലയാളത്തിൽ പാടിയാൽ മതി. അങ്ങനെ പിന്നെ മൂന്നാമത്തെ, അപ്പോൾ 6 മാസം കഴിഞ്ഞു. 9 മാസമാണ് താരാട്ടിൻ്റെ കാലഘട്ടം. 9 മാസമാണ് താരാട്ട് പാടേണ്ടത്. പിന്നത്തെ മൂന്നാമത്തെ 3 മാസത്തിലേക്ക് കടന്നാൽ വാപ്പാനും ഉമ്മാനെയും പരിചയപ്പെടുത്താം. ഉമ്മാൻ്റെ അങ്ങനത്തെ കുട്ടിയല്ലേ, വാപ്പാൻ്റെ അങ്ങനത്തെ കുട്ടിയല്ലേ, മാണിക്ക കല്ലല്ലേ, ചക്കരക്കുടല്ലേ, തേൻകൊട്ടല്ലേ എന്നൊക്കെ പറയാം. കൊട്ടയിൽ തേനാക്കിയ ചോർന്ന് പോകും, പറഞ്ഞിട്ട് കാര്യമില്ല, ലോജിക്കിനൊന്നും സ്ഥാനമില്ല എന്നുള്ളതാണ്. അതൊക്കെ പാടാം. വാപ്പാൻ്റെ ഉമ്മാൻ്റെ അന്നതാണ്, മറ്റേതാണ്, മറിച്ചാണെന്നൊക്കെ അങ്ങനെ. അത് അവസാനത്തെ 3 മാസം. 9 മാസമാണ് താരാട്ട്. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണം എന്താ വെച്ചാൽ അതിലൊക്കെ ഇപ്പോൾ അതിനത്രയും ശ്രദ്ധിക്കാണ്ടോന്ന്. ഉണ്ടേ, അതിലൊക്കെ ശ്രദ്ധിക്കാണ്ട്. അപ്പോഴാണ് ഇപ്പോൾ സംഗതി ക്ലിയർ ആകുക എന്ന് പറഞ്ഞത്. എങ്ങനെങ്കിലുമൊക്കെ ജീവിക്കാനാണെങ്കിൽ ഉറുമ്പിൻ്റെ ബുദ്ധി മതി, മനുഷ്യൻ്റെ ബുദ്ധി ആവശ്യമില്ല. 7 നിലയുള്ള ബിൽഡിങ്ങിൻ്റെ മേലെ നിന്ന് പൂച്ച താഴത്തേക്ക് ചാടിയാൽ ഒന്നും പറ്റൂല. 4 കാലുത്തിയാണ് ചാടും, മുപ്പര ഒന്നും അറിയാത്ത മാതിരിയാണ് പോകും. മനുഷ്യൻ ചാടിയാൽ കാല് 4 കഷ്ണം, കൈ 8 കഷ്ണം, ചിലപ്പം ജീവനും ഉണ്ടാവില്ല. ഓൻ അങ്ങനെ ചാടാൻ പാടില്ല. അതന്നെ കാരണം. തട്ടിമുട്ടി ജീവിച്ചു പോകാനുള്ള വിഭാഗമല്ല മനുഷ്യൻ. രാജാവിൻ്റെ ബെഡുമ കയറി ഇരുമ്പ് കടന്നുറങ്ങിയാൽ വെടിവെക്കാൻ ഓർഡർ ഇടൂല. രാജാവിൻ്റെ ബെഡ് കയറിയിട്ട് എന്ത് ചെയ്തു? ഉറുമ്പ് സുഖമായിട്ട് കടന്നുറങ്ങി. ആരുടെ അവിടെ വെക്കട വെടി ഇല്ല, അങ്ങനെ പരിപാടിയില്ല. നേരെ മറിച്ച് പടിപ്പരയിൽ വന്ന് നിന്നാൽ മതി മനുഷ്യൻ, വെക്കും വെടി. അങ്ങനെ പോയിക്കാൻ പറ്റൂല. അതന്നെ കാരണം. എങ്ങനെങ്കിലുമൊക്കെ ജീവിക്കാനുള്ളത് മനുഷ്യനല്ല, മറ്റു ജീവികളാണ്. അതുകൊണ്ട് മനുഷ്യൻ അള്ളാഹു തആല വിശേഷ ബുദ്ധി എന്ന് പറഞ്ഞൊരു സാധനം തന്നിട്ടുള്ളത് അള്ളാഹിനെയും അള്ളാഹിൻ്റെ റസൂലിനെയും പറ്റി ആലോചിക്കാനും ആലോചിപ്പിക്കാനുമാണ്, ചിന്തിപ്പിക്കാനുമാകുന്നു. കുട്ടികൾക്ക് മുഹമ്മദിയ ഖൽബുണ്ടാക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. കുടുംബത്തിൽ അതുണ്ടാവണം ഒരു നേരവും, ഏത് കാര്യവും. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഹാഫിദുൽ ദഹബി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു പളുങ്കിൻ്റെ പാത്രമുണ്ടായിരുന്നു. അതിലാണ് നബി തങ്ങൾ വെള്ളം കുടിച്ചിരുന്നത്. പളുങ്കിൻ്റെ പാത്രം എന്ന് പറഞ്ഞാൽ കുപ്പി ഗ്ലാസ്. നബി തങ്ങൾക്കൊരു കുപ്പി ഗ്ലാസ് ഉണ്ടായിരുന്നു, അതിലാണ് നബി തങ്ങൾ വെള്ളം കുടിച്ചിരുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം എന്ത് വേണം? കുട്ടികൾക്കൊക്കെ കുപ്പി ക്ലാസ് തന്നെ കൊടുത്ത് പഠിപ്പിക്കണം. അത് പൊട്ടൂലേ? പൊട്ടുമല്ലോ. പൊട്ടിയ വേറെ വാങ്ങണം, അതിനല്ലേ വായി. അള്ളാഹു തആല നമുക്ക് കായ് എന്ന എന്തിനാ? അതിനൊക്കെ തന്നെയാണ്, പൊട്ടുമ്പോൾ വാങ്ങാൻ. കുട്ടികളാകുമ്പോൾ ക്ലാസ് പൊട്ടും. അതിന് ബദറുദ്ധം ഉണ്ടാക്കരുത് എന്ന് മാത്രം. അങ്ങനെയാണ്. അടുത്ത വരെയെന്ന അമ്മായിൻ്റെ കുട്ടി ഒന്ന് വരുന്നേ. അപ്പോൾ നല്ല ഗോതമ്പം പായസം ഉണ്ടാക്കി ശർക്കരയൊക്കെ ഇട്ടിട്ട് ഉഷാറായിട്ട് ഒരു ഗ്ലാസ് അമ്മായിയുടെ മോന് കൊടുത്തു. ചെറിയ കുട്ടിയാണ്, 6 വയസ്സ് അല്ലെങ്കിൽ 7 വയസ്സ്. പായസം അങ്ങനെ കുടിക്കുമ്പോൾ ഗ്ലാസ് വീണുങ്ങാണ്ട് പൊട്ടി. അപ്പോൾ നമ്മൾ പറയും സാരമില്ല, അങ്ങനെയൊക്കെ ഉണ്ടാവും. കുട്ടികളാവുമ്പോൾ ഗ്ലാസ് വിൽക്കാതിരിക്കോ, വീണാൽ പൊട്ടാതിരിക്കോ. ഇവിടെ വേറെയും ഗ്ലാസ് ഇഷ്ടം പോലെ ഉണ്ട്, 30 റുപ്യല്ലുള്ളൂ ഒരു ഗ്ലാസ്സിന് വില എന്നൊക്കെ പറയും. പിറ്റേന്ന് അതേമാതിരി സേമിയം പായസം ഉണ്ടാക്കി കുടിക്കുമ്പോൾ നമ്മളെ കുട്ടിയുടെ കയ്യിൽ നിന്ന് ഗ്ലാസ് പൊട്ടിയാൽ സ്വഭാവം മാറും. ആടാ, എനിക്ക് ഇവിടുത്തെ ഗ്ലാസ് പൊട്ടിക്കലല്ലാതെ വേറെ എന്താ പണി? ഇവിടെ കൊടുന്നോടത്തോളം ഗ്ലാസ് മുഴുവൻ ഇജ്ജാണ് പൊട്ടിച്ച് തീർത്തത്. അപ്പം എന്താ 30 ഉള്ളത് 60 പിറ്റേന്നായപ്പോഴത്തിന് ഗ്ലാസ്സിന്? ഇതാണ് നമ്മളെ സ്വഭാവം എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ആരാൻ്റെ കുട്ടികളോട് പെരുമാറുന്നത് അവനാൻ്റെ കുട്ടികളോടും പെരുമാറാൻ കഴിഞ്ഞാൽ നല്ല മനുഷ്യനായി. ഹുസൈൻ റളിയല്ലാഹു അൻഹു കളിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടെ ഓടിയിട്ടുണ്ട്. ഒരിക്കൽ നബി തങ്ങൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമായി കളിക്കുന്ന സമയത്ത് ഒരാൾ വന്ന്, നബി ഞങ്ങൾ കുട്ടികളായിട്ടൊക്കെ കളിക്കുമോ? എനിക്ക് 10 മക്കളുണ്ട്, ഞാൻ ഓലായിട്ട് കളിക്കലൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, നിന്റെ കൽബിൽ അല്ലാഹു തആല റഹ്മത്ത് ഇട്ട് തരാത്തതിന് ഞാൻ എന്ത് കാട്ടാനാ ചങ്ങായേ എന്ന് പറഞ്ഞു. ഏറ്റവും വലിയ ഇത്തിബാ റഹ്മത്തിൽ ഇത്തിബാ. മുഅ്മിനായ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഇത്തിബാ റഹ്മത്തിലെ ഇത്തിബാ ആകുന്നു. എന്താ റഹ്മത്ത് പറഞ്ഞാൽ? അനുസരണയുള്ളവർക്കും അനുസരണയില്ലാത്തവർക്കും വാത്സല്യം കാണിക്കുന്നതാണ് റഹ്മത്ത്. നമ്മളെ കാല് കേടന്നിട്ട് ആശുപത്രി കിടന്നപ്പോൾ വരാത്തോന് കാല് കിടന്നിട്ട് ആശുപത്രി കിടക്കുന്നുണ്ട് എന്ന് കേൾക്കുമ്പോൾ പോകാൻ തോന്നുന്ന മനസ്സിനാണ് റഹ്മത്തിൻ്റെ ഇത്തിബാ എന്ന് പറയുന്നത്. നമ്മളെ പെണ്ണിനെ കെട്ടിച്ചപ്പോൾ കല്യാണം പറഞ്ഞിട്ട് വരാത്തോൻ്റെ പെണ്ണിനെ കെട്ടിക്കുമ്പോൾ പോകാനും എന്തേലും കൊടുക്കാനും തോന്നുന്ന മനസ്സിനാണ് റഹ്മത്തിൻ്റെ ഇത്തിബാ എന്ന് പറയുന്നത്. പകരത്തിന് പകരം ചെയ്യാൻ ആരെക്കൊണ്ടാ പറ്റാത്തത്? തിന്മക്ക് നന്മ കൊണ്ട് പ്രതികരിക്കാനാണ് മുഹമ്മദിയ സ്വഭാവം വേണ്ടത് സല്ലല്ലാഹു അലൈഹി വസല്ലം.
ഒരു ദിവസം അബൂജാഹിൽ നബി തങ്ങളൊരു സൽക്കാരത്തിന് വിളിച്ചു വീട്ടിക്ക്. അങ്ങനെ നബി തങ്ങൾ സൽക്കാരത്തിന് പോവുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം ഒപ്പം പോയി. അങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട് വെച്ചാൽ നബീനെ സൽക്കാരത്തിനൊക്കെ വിളിച്ചുകൊണ്ട് പോയിട്ട് പേരൻ്റെ മുമ്പിൽ വലിയൊരു കുയ്യ് ഉണ്ടാക്കിക്കുന്നു. അതിനത്രയും കുണ്ടുള്ളതൊന്നുമല്ല, അയബാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കുയ്യ് ഉണ്ടാക്കി. എന്നിട്ട് ആ കുയ്യിൻ്റെ മേലെ അങ്ങനെ അലകും കോലൊക്കെ വെച്ചുങ്ങാണ്ട് മണ്ണിട്ടിക്കുക. ഇതാണ് അബൂജാഹിൽ ചെയ്തിരിക്കുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാം ഒപ്പം പോയി. നബി തങ്ങളിങ്ങനെ മുറ്റത്തേക്കാണ് ഇറങ്ങിയപ്പോൾ ജിബ്രീൽ കൈ ഒടിച്ചുങ്ങാണ്ട് അപ്പുറത്ത് കൂടെ ഇങ്ങനെ കൊടുന്നു. അബൂജാഹിൽ ജിബ്രീലിനെ കാണില്ലല്ലോ. ഓ അങ്ങനെ ജനൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നോക്കുകയാണ്. ഇപ്പം ചാടും എന്ന് എഴുതിയിട്ട് ചാടുന്നില്ല, സൈഡിൽ കൂടെയാണ് പോരുന്നത്. അതിലിങ്ങനെ മൂപ്പരിങ്ങനെയാണ് ചെന്നുങ്ങാണ്ട് മുഹമ്മദേ ഇതിൽ കൂടെ പോരേന്ന് പറഞ്ഞാണ്ട് ഇങ്ങനെ ചെന്നുങ്ങാണ്ട് ഓൺ ചാടി കുയ്യിക്ക്. എന്നിട്ട് ആ പെരേന്ന് നബി തങ്ങൾ ചോറ് കഴിച്ചു. നമ്മൾ വയ്ക്കോ? എന്ന് നമുക്ക് ആ പെരേന്ന് ചോറ് കഴിക്കാൻ വയ്ക്കോ അന്ന് മുഹമ്മദീയ സ്വഭാവം നമ്മളിലുണ്ട് എന്ന് മനസ്സിലാക്കാം. നമ്മൾ കുട്ടികളെ നല്ല സ്വഭാവം പഠിപ്പിക്കണില്ല, നമ്മൾ പകരം വീട്ടലാണ് പഠിപ്പിക്കുന്നത്. കുട്ടികൾ സംശുദ്ധരായ പ്രകൃതത്തിൻ്റെ ഉടമയാണ്. എല്ലാ കുട്ടികളും സംശുദ്ധ പ്രകൃതമാണ്. കുട്ടികൾക്ക് ആരോടും ദേഷ്യമില്ലല്ലോ. ഇന്ന ആളോടെ ചിരിക്കാൻ പറ്റുള്ളൂ, ഇന്ന ആളോട് ചിരിക്കാൻ പറ്റൂല എന്ന വ്യത്യാസമൊന്നും കുട്ടികൾക്കില്ല. ഫിറൗനെ കണ്ടാലും ഓര് ചിരിക്കും, കാരണം അവർക്ക് ആ വ്യത്യാസം അറിയില്ല. പിന്നെ നമ്മൾ പഠിപ്പിക്കുകയാണ് ചെയ്യണത്, മോനെ ഇന്ന ആളെ കണ്ടാൽ ചിരിച്ചരുത് കേട്ടോ, ഇന്ന ആളെ കണ്ടാൽ ചിരിക്കരുത്. വാപ്പ അവിടെ ഉണ്ടായിട്ട് ഇല്ല എന്ന് പറയണമെങ്കിൽ കുട്ടിനോട് നേരത്തെ പറഞ്ഞു പഠിപ്പിച്ചാലേ കഴിയുള്ളൂ എന്നാണ്. അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ഉണ്ട് എന്നേ പറയുള്ളൂ, ഇല്ലെങ്കിൽ ഇല്ല എന്നേ പറയുള്ളൂ. നേരത്തെ സെറ്റ് ചെയ്യണം. എടാ ഫോൺ വെല്ലടിക്കുന്നുണ്ട്, കുഞ്ഞാമതാണ് വിളിക്കുന്നത് എങ്കിൽ വാപ്പ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞോട്ടോ എന്ന് പറഞ്ഞ് പഠിപ്പിച്ചാലേ ഫോണ് കൃണി എന്ന് പറയുമ്പോൾ എടുത്ത് ചെവിയിൽ വെച്ചിട്ട് ആരാ കുഞ്ഞാമത അന്ന വാപ്പ ഇവിടെ ഇല്ല എന്ന് പറയുള്ളൂ. അല്ലെങ്കിൽ നടക്കൂല, ഒന്ന് നുണറിയാൻ കഴിയൂല എന്നുള്ളതാണ് കുട്ടിയുടെ പ്രത്യേകത. ആരോടും ദേഷ്യമില്ല, കളവ് പറയാൻ കഴിയില്ല, സംശുദ്ധമായ പ്രകൃതം. ഈ ഇരിക്കണ നമ്മളെല്ലാവരും കുട്ടിയായിട്ട് വലുതായതാണ്. നമുക്കൊന്നും നുണറിയാൻ കഴിഞ്ഞിരുന്നില്ല, നമുക്കാർക്കും കളവ് പറയാൻ കഴിയുമായിരുന്നില്ല. സത്യം പറയാൻ പഠിക്കേണ്ടതില്ല, നുണ പറയാൻ പഠിച്ചാൽ ഞാൻ മതി. LLB. നുണ അറിയാൻ പഠിക്കരുത്, അത്രയേ ഉള്ളൂ. സത്യം പറയാൻ പഠിക്കാനില്ല. മനുഷ്യൻ്റെ നേച്ചർ, പ്രകൃതിപരമായ ഗുണമാണ് സത്യം പറയുക എന്നത്. കളവ് പറയാൻ പഠിക്കാൻ മാത്രമുണ്ട്, നല്ലോണം പഠിക്കണം. ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നെ 2 കൊല്ലം പഠിക്കണം, റെഗുലറായിട്ട് പഠിക്കും വേണം, ഡിസ്റ്റൻസ് ഇല്ല. നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട് നുണ അറിയാൻ. അതിനെ സംഗതി. അപ്പോൾ സത്യം പറയാം. അപ്പോൾ അടിസ്ഥാന ഗുണം ഒക്കെ മുഹമ്മദീയ ഗുണമാണ്, മനുഷ്യൻ്റെ ഗുണം. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. അൽ ഇൻസാൻ എന്നത് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദീയ പ്രകൃതത്തിലാണ് എല്ലാവരും ജനിക്കുന്നത്. അത് നിലനിർത്താൻ കഴിയുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുതന്നെയാണ് കുടുംബത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളും. ഒരു ഫാമിലി ഇസ്ലാമികമായി മാറണമെങ്കിൽ ഇസ്ലാമികമായ സാഹചര്യം അവിടെ ഉണ്ടാവണം. ഇസ്ലാമിക സാഹചര്യം എന്ന് പറഞ്ഞാൽ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ടതാണ്. മദ്ഹുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികൾക്ക് പഠിപ്പിക്കണം. കുട്ടികൾക്കൊക്കെ മങ്കൂസ് മൗലിദ് ഓതാൻ കഴിയണം. ചെറിയ തെറ്റൊക്കെ ഉണ്ടായിക്കോട്ടെ, സാരമില്ല, എന്നാലും ഓതാൻ കഴിയണം. അതിനെന്ത് വേണം? ആദ്യം മൂളണം, പിന്നെ പാടാൻ പറ്റുള്ളൂ. മൂളാൻ പറ്റാത്തവന് പാടാൻ പറ്റൂല, മൂളാൻ കഴിയാത്തവന് പാടാൻ കഴിയൂല. അൻത തത്ലഉ ബൈനനാ ഫിൽ കവാകിബി കൽബുദൂർ ബൽ വഅശ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അഷ്ഫീഇൽ അബ്തഹി വൽ ഹബീബിൽ അറബി. ഇപ്പോൾ കുട്ടികളൊക്കെ എല്ലാവരും മങ്കൂസ് മൗലിദ് പഠിപ്പിക്കണം. അതിനാദ്യം നമ്മൾ പഠിക്കണം. എന്നിട്ട് നമ്മൾ പെരയിൽ നിന്ന് ഇങ്ങനെ ചെല്ലണം. അപ്പോൾ കുട്ടികൾ അതിൻ്റെ ഒപ്പം ഇങ്ങനെ മൂളും. ആദ്യം മൂളിയോനാണ് പിന്നെ പാടാൻ പറ്റുക. ആദ്യം ഇങ്ങനെ മൂളും, ആ മുളക്കം പിന്നെ ഇങ്ങനെ പാട്ടാവും. മുളക്കം പാട്ട് എന്ന് നമ്മൾ പറയലുണ്ട്. മൂളക്കമാണ് പാട്ടാവാറുള്ളത്. അതുകൊണ്ട് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് അറിയണതാണെങ്കിൽ ആദ്യം ഇങ്ങനെ മൂളണം. അങ്ങനെ കുറേ മൂളുമ്പോൾ പിന്നെ അത് പാട്ടായി മാറും. അപ്പോൾ എപ്പോഴും വീട്, ഒരു ഫാമിലി, ഇസ്ലാമികമായ ഒരു ഫാമിലി നന്നാകുക എന്ന് പറഞ്ഞാൽ ആ വീട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട സാന്നിധ്യം ഉണ്ടാവുക. നബിതങ്ങളെക്കുറിച്ച് പറയുക, നബിതങ്ങളെക്കുറിച്ച് കേൾക്കുക. വീട്ടിലെ എല്ലാ സാഹചര്യങ്ങളും പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഷ്ടപ്പെടുന്ന തരത്തിലേക്കാക്കി മാറ്റുക. നബിതങ്ങൾ ഒരു ഭക്ഷണത്തിനും കുറ്റം പറയാറുണ്ടായിരുന്നില്ല. ഇനിസ്തഹാഹു അക്കലഹു ഫഇല്ലം തസ്തഹി തറക്കഹു. ഇഷ്ടമുണ്ടെങ്കിൽ കഴിക്കും, ഇല്ലെങ്കിൽ കഴിക്കണ്ടെന്ന് വെക്കും. അള്ളാൻ്റെ റസൂല് ഒരു ഭക്ഷണത്തിനും കുറ്റം പറഞ്ഞിട്ടില്ല. ഒരിക്കൽ ഭാര്യമാരെ വീട്ടിൽ ചെന്നു. അപ്പോൾ ചോദിച്ചു, ഇവിടെ എന്താ ഭക്ഷണം ഉള്ളതെന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, ഇവിടെ ഉണങ്ങിയ റൊട്ടിയാണുള്ളത് എന്ന് പറഞ്ഞു. ഉണങ്ങിയ റൊട്ടിയാണുള്ളത് പറഞ്ഞു. അതിൽ പറഞ്ഞു, ഉണങ്ങിയ റൊട്ടി നല്ല ഭക്ഷണമാണ് കൊണ്ടുവരികയെന്ന് പറഞ്ഞു. ഇതിലേക്ക് എന്തെങ്കിലും കൂട്ടാണ്ടോ എന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, ഇവിടെ സുർക്ക മാത്രമാണുള്ളത് എന്ന് പറഞ്ഞപ്പോൾ നിഅമൽ ഉദുമു അൽ ഖല്ലു, സുർക്ക നല്ല കൂട്ടാനാകുന്നു എന്ന് പറഞ്ഞു.
നമ്മൾ എന്ത് ചെയ്യരുത് വെച്ചാൽ ഈ സംഭവത്തിൻ്റെ പകുതി എടുത്തുങ്ങാണ്ട് രാവിലെ ഉച്ചക്കും വൈകുന്നേരം സുർക്ക കുടിക്കരുത്. അങ്ങനെ ഉണ്ട് ചില ആൾക്കാർ. സുർക്ക നല്ല കൂട്ടാനാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ പറഞ്ഞാണ്ട് പെണ്ണുങ്ങളൊക്കെ സുർക്ക ഇങ്ങനെ കുടിക്കുക, അച്ചാർ ഇങ്ങനെ തോണ്ടി തിന്നുക, സുർക്ക നല്ല കൂട്ടാനാന്ന് പറഞ്ഞില്ലേന്ന്. അത് എപ്പോഴാണ് പറഞ്ഞത്? വേറൊന്നും ഇല്ലാത്തപ്പോഴാണ് പറഞ്ഞത്. മനസ്സിലായോന്നറിയില്ല നിങ്ങൾക്ക്. വീട്ടിൽ ചെന്നിട്ട് ഭക്ഷണം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ റൊട്ടിയാണുള്ളതെന്ന് പറഞ്ഞു. കൂട്ടാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എന്ത് പറഞ്ഞു? സുർക്കയല്ലാതെ മറ്റൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞിട്ടുണ്ട്? നിയമൽ ഉദുമു അൽ ഖല്ലു, സുർക്ക നല്ല കൂട്ടാനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്താ അതിൻ്റെ അർത്ഥം? വേറെ ഒന്നും ഇല്ലെങ്കിൽ സുർക്ക നല്ല കൂട്ടാനാണ് എന്ന് പറഞ്ഞാൽ സുർക്ക സ്റ്റോക്ക് വേണം എന്ന് കിട്ടും. വീട്ടിൽ സുർക്ക എന്ന് പറഞ്ഞാൽ അച്ചാറൊക്കെ ഇപ്പെടും സുർക്കയിലിട്ടത്. അതെപ്പോഴും സ്റ്റോക്ക് വേണം. എന്തിനാണ്? വേറെ ഒന്നും ഇല്ലെങ്കിൽ എടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ രാവിലെ ഉച്ചക്ക് വൈകുന്നേരം 3 നേരം സുർക്ക കൂട്ടിയിട്ട് നിബിധങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നും പറഞ്ഞുങ്ങാണ്ട് അവസാനം വെള്ളപോക്ക് ഉണ്ടായിങ്ങാണ്ട് പിന്നെ നേരത്തെ ഡോക്ടർ പറഞ്ഞ മാതിരി പറയാൻ നിൽക്കരുത്. അത് നേരത്തെ പറഞ്ഞില്ല, അതിൻ്റെ ഇടയിൽ നിന്ന് പിന്നെ പോയി. അതെന്താ സംഭവിച്ചാൽ ആ ഹദീസ് ഇങ്ങനെയാണ്: ഹബ്ബത്തു സൗദായി ഷിഫാ മിൻ കുല്ലി ദാ, കരിഞ്ചീരകം എല്ലാ രോഗത്തിനും ഷിഫയാകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ തിന്നാൻ പറഞ്ഞിട്ടില്ല. ഉണ്ടോ? ഒരു ഉംറയ്ക്കലും പോയവരേക്കല്ല ഇപ്പോൾ ഇരിക്കണവരൊക്കെ, അല്ലെങ്കിൽ വിസിറ്റ് എന്തായാലും പോയിട്ടുണ്ടാവുമല്ലോ. അതിലുണ്ടോ നോക്കാൻ നിങ്ങൾ. നിഅമൽ അങ്ങനെയല്ല. ഹബ്ബത്തു സൗദായി കരിഞ്ചീരകം, ഷിഫാ ഉൻ ശമനമാകുന്നു, മിൻ കുല്ലി ദാ ഇൻ എല്ലാ രോഗത്തിനെ തൊട്ടും. അതിലെവിടെ തിന്നാൻ പറഞ്ഞിട്ടില്ല. പിന്നെന്താ? ചിലപ്പോൾ മൂക്ക് കൂടി വലിക്കലേക്കാനും. അത് ഓരോ ദണ്ണത്തിനനുസരിച്ചാണ്. ഇപ്പോൾ ജലദോഷമാണെങ്കിൽ കരിഞ്ചീരകം തിന്നണ്ട. എന്ത് ചെയ്താൽ മതി? ഒരു ചെറിയ തുണിയിൽ കെട്ടുക, ചെറിയ നൈസ് തുണി കെട്ടിയിട്ട് അങ്ങനെ കൂട്ടി പിടിച്ചങ്ങാണ്ട് മേലെ റബ്ബർ ഇടുക. അപ്പോൾ ഒരു ഉണ്ട കിട്ടും. ആ ഉണ്ട അങ്ങനെ കൈയിൻ്റെ അടിയിൽ വരുത്തിയിട്ട് 2 മുക്കിലും വലിച്ചാൽ മതി. തിന്നേണ്ട ആവശ്യമൊന്നുമില്ല ഇനി. അപ്പോൾ എല്ലാ മരുന്നാണെന്നേ പറഞ്ഞിട്ടുള്ളൂ, അല്ലെങ്കിൽ ഷിഫയാണെന്നേ പറഞ്ഞിട്ടുള്ളൂ, തിന്നാൻ പറഞ്ഞിട്ടില്ല. ചിലതിന് തിന്നേണ്ടി വരും, ചിലതിന് തിന്നേണ്ടി വരില്ല. ഓൽമെൻറ്റ് ഇപ്പോൾ നമ്മൾ തിന്നലുണ്ടോ? മരുന്നാണല്ലോ. ഓസി കിട്ടിയാലും ഓൽമെൻറ്റും തിന്നൊന്നും പറയാണ്. തിന്നൊന്നുമില്ല. ഓൽമെൻറ്റ് മരുന്നാണ്, പക്ഷെ നമ്മൾ തിന്നൂല. അപ്പോൾ എല്ലാ മരുന്നും തിന്നാനുള്ളതല്ല. അപ്പോൾ എന്തൊക്കെ അറിയണമെങ്കിൽ എന്ത് വേണം വെച്ചാൽ ഈ വിവരം അറിയുന്ന ഒരാൾ ഈ ഹദീസ് പഠിച്ചാലേ മനസ്സിലാവുള്ളൂ. ഈ വിവരം അതാണ് ഞാൻ പറഞ്ഞത്. എത്ര പഠിച്ചാലും തീരാത്ത ഒരു വിഷയം മാത്രമേ അള്ളാഹിൻ്റെ ദുനിയാവിലുള്ളൂ. മുഹമ്മദ് നബി എന്നതാണ് ആ വിഷയത്തിൻ്റെ പേര്, സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പഠനം തുടങ്ങേണ്ടതും അവിടെ നിന്നാണ്, പഠനം തുടരേണ്ടതും അവിടെ തന്നെയാണ്. അവസാനിക്കൂല. തുടങ്ങേണ്ടതും അവിടെയാണ്, തുടരേണ്ടതും അവിടെ തന്നെയാണ്. അതുകൊണ്ട് കുട്ടികളെ അത് പഠിപ്പിക്കണം. ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കണം. വീട്ടിലെ എല്ലാ സാഹചര്യങ്ങളും അങ്ങനെ ആക്കി തീർക്കണം. കുടുംബജീവിതം നന്നാവാൻ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും മക്കൾ നന്നാവാൻ 5 കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുമാണ്. കുടുംബജീവിതം നന്നാവാൻ 2 കാര്യങ്ങൾ. 1 ആണുങ്ങളെ വർത്താനം നേരാകുക, 2 സ്ത്രീകളുടെ പെരുമാറ്റം നേരാകുക. എന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ, പരിശുദ്ധ ഖുർആനിൽ പെണ്ണെട്ടാൻ പറഞ്ഞൊരായത്തുണ്ട് സൂറത്തുർ റൂമിൽ. വമിൻ ആയാതിഹി അൻ ഖലഖലക്കും മിൻ അൻഫുസിക്കും അസ്വാജൻ ലിതസ്കുനു ഇലൈഹാ വജഅല ബൈനക്കും മവദ്ദതൻ വറഹ്മ. നിങ്ങൾ കല്യാണം കഴിക്കണം സമാധാനത്തോടുകൂടെ ജീവിക്കാൻ വേണ്ടി. വജഅല ബൈനക്കും മവദ്ദതൻ വറഹ്മ, അള്ളാഹു നിങ്ങൾക്കിടയിൽ മവദ്ദത്ത് റഹ്മത്ത് എന്നീ 2 ഗുണങ്ങളെ വെച്ചിരിക്കുന്നു. മവദ്ദത്ത് റഹ്മത്ത് 2 കാര്യങ്ങൾ ഉണ്ടായാൽ കുടുംബജീവിതം സന്തോഷമാവും. മവദ്ദത്ത് എന്ന് പറഞ്ഞാൽ സ്നേഹം എന്നർത്ഥം പറയാം. റഹ്മത്ത് എന്ന് പറഞ്ഞാൽ വാത്സല്യം എന്നർത്ഥം പറയാം. ഏത് അറബി വാക്കിനും മലയാളത്തിൽ അർത്ഥം പറഞ്ഞാൽ കറക്റ്റ് അർത്ഥം കിട്ടൂല. അത് പരിഭാഷക്കുള്ളൊരു പരിമിതിയാണ്. അത് ഏത് ഭാഷക്കുണ്ടാവും. അപ്പോൾ ലറബ എന്നുള്ളതിന് തച്ചൂന്നും പേറിയെന്നും അടിച്ചൂന്നും ഒക്കെ അർത്ഥം വെക്കാം മലയാളത്തിൽ. എന്നാൽ തച്ചു എന്ന് പറഞ്ഞാലും പേറി എന്ന് പറഞ്ഞാലും അടിച്ചു എന്ന് പറഞ്ഞാലും ഒന്നല്ലല്ലോ, സാധനം വ്യത്യാസമുണ്ട്. ഇത് ഭാഷാന്തരം വരുത്തുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നമാണ്. തൽക്കാലം ഇങ്ങനെ വെക്കാനേ നിർവാഹമുള്ളൂ. മവദ്ദത്ത് എന്ന് പറഞ്ഞാൽ സ്നേഹം, റഹ്മത്ത് പറഞ്ഞാൽ വാത്സല്യം. ഇത് 2 ഉണ്ടായാൽ കുടുംബജീവിതം നേരാവും. സ്നേഹം എന്ന് പറഞ്ഞാൽ അത് സംസാരത്തിലൂടെ പ്രകടമാകുന്നതാണ്. സ്നേഹത്തിൻ്റെ വർത്താനത്തിലൂടെയാണ് സ്നേഹം മനസ്സിലാകുക. വാത്സല്യം എന്നത് പെരുമാറ്റത്തിലൂടെ മനസ്സിലാകുന്നതാണ്. എനിക്കെന്നോട് ഭയങ്കര വാത്സല്യമാണ് എന്ന് പറയില്ല, പിന്നെന്താ പറയുക? എനിക്കെന്നോട് ഭയങ്കര സ്നേഹമാണ് എന്നാ പറയാം. വാത്സല്യം പെരുമാറ്റത്തിൽ നിന്നേ മനസ്സിലാവുള്ളൂ, സ്നേഹം വർത്താനത്തിൽ നിന്നാണ് മനസ്സിലാകുക. അപ്പോൾ 1 വർത്താനാണ്, 2ാമത്തേത് പെരുമാറ്റമാണ്. സംസാര സൗന്ദര്യം ഏറ്റവും കൂടുതലുള്ളത് പുരുഷനാണെന്നാണ്. അതുകൊണ്ടാണ് ആണുങ്ങളെ വർത്താനം നേരാകുക എന്ന് പറയാൻ കാരണം. ആണുങ്ങളെ വർത്താനാണ് നേരാവേണ്ടത്, സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് പെരുമാറ്റമാണ് നേരാവേണ്ടത്. നമ്മൾ ഒരു പെണ്ണും ഒരാണും ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങി എന്ന് വിചാരിക്കുക. ഓരിങ്ങനെ വന്നിട്ട് കുറേ കണവണ വർത്താനമൊക്കെ പറയും. അവസാനം ഒരു ചോദ്യം ചോദിക്കുക, ഈ
നമ്രൂദ് പുതിയാപ്പളുടെ പേര്. ഈ നമ്രൂദും പിന്നെ ഇജ്ജും കൂടിയും കുറേ കാലമായല്ലോ ഒരുമിച്ച് ജീവിക്കൽ തുടങ്ങിയിട്ട്. ഈ കാലത്തിനിടയിൽ അനക്ക് ഈ പുതിയാപ്പളുടെ അടുത്തുനിന്ന് ഉണ്ടായ ഏറ്റവും സന്തോഷകരമായ ഒരു അവസ്ഥ എന്താണ് എന്ന് പറയാം ഭാര്യയോട് പറയാം. മനസ്സിലായോ എന്നറിയില്ല. ഒരു പുതിയ ഇത് സാങ്കല്പികമാണ്. ഒരു പുതിയാപ്പളിയും തമ്മിൽ തെറ്റി. അപ്പോൾ എന്നാലും ഒരു കുറേ കാര്യങ്ങൾ പറയും. എന്താ വെച്ചാൽ മനുഷ്യൻ തെറ്റിയത് എന്തിനാന്ന് കുറച്ച് കഴിഞ്ഞാൽ മറക്കുന്നതാണ്. തെറ്റിയ കാരണം എന്തെങ്കിലും നിസ്സാരമായിരിക്കും, അത് കുറച്ച് കഴിഞ്ഞാൽ മറക്കും. പിന്നെ വേറെ എന്തെങ്കിലും പറയാം, ഓൻ പണ്ടന്നെ അങ്ങനെയാണെന്ന് അറിയുന്നത്, പിന്നെ പണ്ടന്നെ തെറ്റണ്ടേ. അങ്ങനെയാണല്ലോ. രണ്ടാൾക്കാർ തമ്മിൽ തെറ്റിയാൽ കുറച്ച് കഴിഞ്ഞാൽ പറയും, അല്ലെങ്കിൽ എനിക്ക് ഓൻ ആദ്യം തന്നെ അറിയാം ഓൻ പണ്ടന്നെ അങ്ങനെയായിരുന്നു എന്നറിയും. പണ്ടന്നെ അങ്ങനെ ആയതാണ് തെറ്റിയതിൻ്റെ കാരണമെങ്കിൽ പണ്ടന്നെ തെറ്റേണ്ടതായിരുന്നല്ലോ. അപ്പോൾ കാരണം അതല്ലാന്ന് മനസ്സിലായില്ലേ? വേറെയാണ് കാരണം. തെറ്റിയ കാരണം ഓർമ്മ ഉണ്ടാവില്ല എന്നാണ്. പിന്നെ വേറെ എന്തെങ്കിലും ആണ് പറയാം. അപ്പോൾ എന്ത് ചെയ്യുക വെച്ചാൽ കുറേ വർത്താനൊക്കെ പറഞ്ഞതിന് ശേഷം പെണ്ണിനോട് ചോദിക്കുക, ഈ പുതിയാപ്പള ഹാഷിമ്, ഈ ഹാഷിമും ഇയും കൂടി 25 കൊല്ലമായി ജീവിക്കാൻ തുടങ്ങിയിട്ട് ഈ ജീവിതത്തിനിടയിലുണ്ടായ ഏറ്റവും സന്തോഷകരമായ ഒരു രംഗം ഏതാണെന്ന് പറയും. പർട്ടിക്കുലറായിട്ട് പറയണം, മൊത്തത്തിൽ പറയരുത് എന്ന് പറഞ്ഞാൽ ഓളിങ്ങനെ ആലോചിച്ചിട്ട് പറയാ ഇയാളുടെ എന്തെങ്കിലും ഒരു വർത്താനത്തെക്കുറിച്ചായിരിക്കും പറയാം. ഞാൻ ഒന്നാമത്തെ കുട്ടീനെ പ്രസവിച്ച് കിടക്കുമ്പോൾ മുമ്പ് ആദ്യമായിട്ടാണ് വന്നേക്കിന് പറഞ്ഞൊരു വർത്താനുണ്ട്. അതൊരു ഭയങ്കര എൻ്റെ മനസ്സിൽ നിന്നാണ് പോണില്ല എന്ന് പറയും. വർത്താനാണ് പറയാം. നേരെ തിരിച്ച് പുതിയാപ്പനോട് ചോദിക്കുക, ഈ മറിയമ്മൂൻ്റെ ഒപ്പം ജീവിക്കാൻ തുടങ്ങിയിട്ട് 35 കൊല്ലമല്ലോ. ഈ 35 കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് അനക്കുണ്ടായി ഏറ്റവും സന്തോഷകരമായ ഒരു രംഗം ഏതാണെന്ന് പറയാൻ പറഞ്ഞാൽ മുമ്പ് കുറേ നേരം ആലോചിച്ചിട്ട് പറയും, ഞാൻ വൈകുന്നേരത്ത് പീടി അടച്ച് വരുമ്പോൾ കുഴിച്ചാടിയിട്ട് കാലുളുക്കി. അങ്ങനെ പെരയിൽ വന്നേക്കിന് ഓള് ദേശം മുട്ടിക്കുളങ്ങര എണ്ണയിൽ ഉപ്പിട്ടുങ്ങാണ്ട് വളക്കത്ത് കാണിച്ച് ചൂടാക്കിയിട്ട് അതിങ്ങനെ എൻ്റെ കാലുമൊന്ന് തേച്ചെന്ന ഒരു രംഗമുണ്ട്. അത് മനസ്സിൽ നിന്നാണ്ട് പോണില്ല എന്ന് പറയും. അപ്പം ഇതിനാണ് പെണ്ണുങ്ങളുടെ സമീപനം അല്ലെങ്കിൽ പെരുമാറ്റം, ആണുങ്ങളുടെ വർത്താനം, ട്രീറ്റ്മെൻറ്റ്. ഇത് രണ്ടും നേരായാൽ കുടുംബജീവിതം ഉഷാറായി. സിമ്പിൾ ടെക്നിക്കാണ്, വേറെ ഒന്നുമില്ല. അത് നേരായാൽ മതി. ആണുങ്ങളെ വർത്താനം നേരാകുക. പെരുമാറ്റത്തിലെ ഏറ്റവും വലിയ പെരുമാറ്റം അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റിലെ ഏറ്റവും വലിയ ട്രീറ്റ്മെൻറ്റ് ഭക്ഷണമാണ്. ഞാൻ മുമ്പൊരിക്കത് ഇങ്ങനെ പറഞ്ഞിട്ട് ഭയങ്കര വിവാദമായി. അപ്പം അതിനൊരു ഉദാഹരണം പറഞ്ഞിരുന്നു. ആ ഉദാഹരണമാണ് പ്രശ്നമായത്. കുഴപ്പമില്ല, ആ ഉദാഹരണം ഞാൻ തൽക്കാലം പറയണ്ടെന്ന് നോക്കാം. സംഗതി അങ്ങനെ തന്നെയാണ്. ആരെന്ത് പറഞ്ഞാലും പെണ്ണുങ്ങളെ ഭക്ഷണം വളരെ പ്രധാനമാണ് കുടുംബജീവിതത്തിൽ. ഇതിൽ ഭക്ഷണത്തിലൂടെ സ്നേഹം പകരുന്നുണ്ട്. ഈ കോളേജിൻ്റെയും സ്കൂളിൻ്റെയൊക്കെ മുന്നിലുള്ള കൂൾ ബാറിൽ ചെന്നിട്ട് കുറച്ച് നേരം ഇരുന്ന് നോക്കിയാൽ കുട്ടികൾ സ്കൂളിട്ട് വന്നിട്ട് ഒരു ജ്യൂസ് പറഞ്ഞുകൊണ്ട് രണ്ടാളും കുടിക്കും. ജ്യൂസ് ഒന്ന്, മാംഗോ ജ്യൂസ് ഒന്ന്, 2 എണ്ണം പറയാനുള്ള കായില്ലായിട്ടല്ല. പിന്നെന്താ? ഷെയറിങ്, ഭക്ഷണം ഷെയർ ചെയ്യുക. അത് ഭയങ്കര പ്രധാനമാണ്. സയ്യിദത്തുനാ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുന്നു, മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാവിലെ പള്ളിയിലേക്ക് പോകും. നിസ്കാരം കഴിഞ്ഞ് മടങ്ങി വന്നാൽ പാല് കറക്കാൻ വേണ്ടി പാത്രമെടുത്ത് നബി തങ്ങൾ പോകും. ഒട്ടകണ്ടാവും വീട്ടിൽ, പശുണ്ടാവും, ആടുണ്ടാവും. പാല് കറക്കാൻ വേണ്ടി നബി തങ്ങൾ പോകും. അങ്ങനെ പാല് കറന്ന് കൊണ്ടുവന്നാൽ പാൽപാത്രം എനിക്ക് നീട്ടിക്കൊണ്ട് നബി തങ്ങൾ പറയും, ഇശ്റബിയ ആയിഷു, ആയിഷോ കുടിക്കുക എന്ന് പറയും. ആയിഷു എന്നാണ് സ്നേഹം വരുമ്പോൾ പറയാറുള്ളത്. അല്ലാത്ത സമയത്ത് ആയിഷ എന്നാണ് പറയാറുള്ളത്. ഇശ്റബിയ ആയിഷു, ആയിഷ കുടിക്കുക എന്ന് പറയും. ഞാൻ പാല് കുടിക്കും, കുറച്ച് കുടിച്ചിട്ട് നബി തങ്ങൾക്ക് കൊടുക്കും. രണ്ടാമതും എനിക്കെന്നെ തന്നുകൊണ്ട് വീണ്ടും പറയും, ഇശ്റബിയ ആയിഷു, കുടിക്കായിഷ എന്ന് പറയും. വീണ്ടും കുടിക്കും, മൂന്നാമതും കുടിക്കും. അങ്ങനെ ഞാൻ നബി തങ്ങൾക്ക് പാൽപാത്രം കൊടുക്കുമ്പോൾ എൻ്റെ ചുണ്ട് എവിടെയാണോ തട്ടിയത് അവിടെ തന്നെ ചുണ്ട് വെച്ചുകൊണ്ട് നബി തങ്ങൾ കുടിക്കുമായിരുന്നു എന്ന് സയ്യിദത്തുനാ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ. ഒരിക്കൽ നബി തങ്ങളുടെ ഭാര്യമാർക്കിടയിൽ ഒരു തർക്കമുണ്ടായി. ചെലവിന് തരുന്നത് മതിയാകണില്ല എന്നാണ് തർക്കം. ഭയങ്കര പ്രശ്നമാണ്. പ്രശ്നം കേട്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കയറി വന്നു, നബിയെ ഓൽക്കാർക്കും നിൽക്കാൻ പറ്റില്ലെങ്കിൽ ഒക്കെ പോയിക്കോട്ടെ, നമുക്ക് വേറെ പെണ്ണുങ്ങളെ കിട്ടും എന്ന് പറഞ്ഞു ഉമർ ഖത്താബ്. ആയിഷാ ബി റളിയല്ലാഹു അൻഹ അപ്പോൾ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, പോണ്ടവരൊക്കെ പോയിക്കോട്ടെ, ഞാൻ ഒരിക്കലും പോകില്ല. 6 വയസ്സിൽ ആയിഷാ ബീവിനെ കെട്ടിയതുകൊണ്ട് ആയിഷാ ബീവി ഭയങ്കര കുടുക്കിലാണെന്നാണ് എല്ലാവരും അഭിപ്രായം. പക്ഷേ ആയിഷാ ബീവിക്ക് അങ്ങനെ അഭിപ്രായമില്ല. 6-ാമത്തെ വയസ്സിൽ നബി തങ്ങൾ ആയിഷാ ബീവിയെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആയിഷ ആകെ വെട്ട് കിടക്കുകയാണെന്നാണ് ആരുടെ അഭിപ്രായം? ഡാഷിൻ്റെ അഭിപ്രായം. ആയിഷാ ബീവിക്ക് എന്താ അഭിപ്രായം? കഴിച്ചിലായി ആര് പോയാലും ഞാൻ പോകില്ല എന്നാണ്. ആയിഷാ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, എന്തേ കാരണം? ഇതൊക്കെ തന്നെയാണ് കാരണം. ഇതെന്താ വെച്ചാൽ നമ്മൾ പാല് കുടിക്കും, ഒന്നും കൂടി തിരിച്ചു പിടിച്ചിട്ടേ കുടിക്കുള്ളൂ എന്ന് മാത്രമല്ല, ആ ചുണ്ട് തട്ടാത്ത സ്ഥലം നോക്കിയിട്ട് ഒരു കുറകം വന്ന് ഞങ്ങൾ രണ്ടാളും തിന്നും. ആയിഷാ ബീവി പറയാണ്, അള്ളാഹിൻ്റെ റസൂല് ഒരു കോയിൻ്റെ കാലെടുത്തിട്ട് ഇങ്ങനെ കടിച്ചിങ്ങാണ്ട് താഴെ വെക്കും. ഞാൻ ആ കാലെടുത്തിട്ട് നബി തങ്ങളുടെ ചുണ്ട് എവിടെയാണോ തട്ടിയത് അവിടെ തന്നെ ചുണ്ട് വെച്ചുകൊണ്ട് കഴിക്കുമായിരുന്നു എന്ന് സയ്യിദത്തുനാ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറഞ്ഞിരിക്കുന്നു.
ഷെയറിങ്, ഭക്ഷണം ഷെയർ ചെയ്യുക വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഭാര്യയും ഭർത്താവും തമ്മിൽ. അപ്പോൾ അതുകൊണ്ട് സ്ത്രീകളുടെ ഭക്ഷണം വളരെ പ്രധാനമാണ്. ഭക്ഷണത്തിലൂടെ സ്നേഹം കൊടുക്കാൻ കഴിയുന്നതാണ്. കുട്ടികൾ ഇപ്പോൾ ഭക്ഷണം തീരെ കഴിക്കുന്നില്ല കുട്ടികളാരും. കുട്ടികൾക്ക് ഒറ്റൊന്നിനും ഭക്ഷണം വേണ്ട, പീടിയിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കൊടുന്നിട്ട് തിന്നു. കുടിയിലുണ്ടാക്കണതൊന്നും വേണ്ട. എന്തേ കാരണം? അതിൻ്റെ കാരണം ഞാൻ മനസ്സിലാക്കുന്നത് കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ്. ചില ആളുകളടുത്ത് ചില ആൾക്കാരെ ഭക്ഷണം കഴിച്ചാൽ നമ്മൾ പറയും കൈപ്പുണ്യമാണ് എന്ന് പറയും, ഭയങ്കര കൈപ്പുണ്യമാണ് എന്ന് പറയും. കയ്യെല്ലാവർക്കും ഒരേ മാതിരിയാണ്. കയ്യിൻ്റെ പുണ്യമല്ല, അത് കൽബിൻ്റെ പുണ്യമാണ്. ശരിക്ക് പറയുമ്പോൾ നമുക്ക് കണ്ണേറ് എന്ന് പറയല്ലോ, കണ്ണല്ല എറിയണത്, കൽബാണ് എറിയണത്. പറയുമ്പോൾ കണ്ണിനാണ് കുറ്റം കിട്ടിയതേ ഉള്ളൂ. സംഗതി ചെയ്ത പണി ആരാ ഒപ്പിച്ചത്? കൽബാണ് ഒപ്പിച്ചിരിക്കുന്നത്. എന്ന മാതിരി കൈപ്പുണ്യം എന്ന് നമ്മൾ പറയും. കയ്യിനല്ല പുണ്യമുള്ളത്, കൽബിനാണ് പുണ്യമുള്ളത്. കൽബിൻ്റെ പുണ്യമാണ് ശരിക്കത്. വൈകുന്നേരമായി വടച്ചോനെ 8:30 മണിയായല്ലോ, പുതിയാപ്പിള വരാൻ സമയമായല്ലോ, മൂപ്പർക്ക് ഷുഗർ കൂടുതലാണല്ലോ, അതുകൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കണമല്ലോ. അള്ളാഹുവേ, എൻ്റെ പുതിയാപ്പിള വരുമ്പോഴത്തിന് നേരങ്ങത്തിന് 4 ചപ്പാത്തി ഉണ്ടാക്കട്ടെ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ട് ചപ്പാത്തി ഇങ്ങനെ ഉണ്ടാക്കി. തക്കാളിക്കറി ഉണ്ടാക്കുമ്പോൾ തക്കാളി ഇങ്ങനെ കഷ്ണം വെട്ടിയിട്ട് ചട്ടിക്ക് ഇങ്ങനെ ഇടുമ്പോൾ പുതിയാപ്പിളൻ്റെ മുഖം ഇങ്ങനെ കൽബുകൊണ്ട് ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ ഇട്ടാൽ അത് വന്നിട്ട് ഇങ്ങനെ തിന്നുമ്പോൾ ഏയ് എന്ന് പറയും. അതിന് പകരം ആ പണ്ടാറക്കാലം ഇപ്പോൾ വരും, 9 മണി ആകാനായി, അപ്പോത്തിന് ചപ്പാത്തി ഉണ്ടാക്കിയില്ലെങ്കിൽ ഇവിടെ ഉഹുദ് യുദ്ധ ഇക്കാരം എന്ന് കൽബ് കരുതി ഉണ്ടാക്കിയാൽ ആ ചപ്പാത്തിക്ക് ഉഹുദ് യുദ്ധത്തിൻ്റെ ഇതേ ഉണ്ടാവുള്ളൂ. ഇതാണ് സംഗതി. കൽബ് വളരെ പ്രധാനമാണ്. സ്നേഹം ഭക്ഷണത്തിലൂടെ നൽകാൻ വേണ്ടി കഴിയും. എങ്ങനെ കഴിയും? ഭക്ഷണം തയ്യാർ ചെയ്യുമ്പോഴുള്ള മനസ്സാന്നിധ്യമാണ് അതിൽ വളരെ പ്രധാനപ്പെട്ടത്. അപ്പം അതുകൊണ്ട് ആർക്ക് വേണ്ടിയാണോ ഉണ്ടാക്കുന്നത് അവരെ കൽബിൽ വിചാരിച്ചാൽ മാത്രമാണ് കൊടുക്കാൻ വേണ്ടി പറ്റുക. അതുകൊണ്ട് സ്ത്രീകളുടെ ഭക്ഷണം വളരെ പ്രധാനമാണ്. ട്രീറ്റ്മെൻറ്റാണ് ശരിക്ക്. പക്ഷെ അതിൽ 1-ാം സ്ഥാനത്ത് ഭക്ഷണമാണ് വരിക. അല്ലാതെ മരുന്ന് കൊടുക്കലോ പിന്നെ ഒന്നുമല്ല. അതും വരും, ദണ്ണത് കിടക്കുമ്പോൾ മരുന്നെടുത്ത് കൊടുക്കലൊക്കെ വരും. പനി പിടിച്ച് വന്നാൽ ചുക്കാപ്പി ഉണ്ടാക്കി കൊടുക്കലൊക്കെ അതിൽ പെടും. പക്ഷേ മൊത്തത്തിൽ നമ്മൾ എന്നും ചെയ്യണത് എന്നുള്ള അടിസ്ഥാനത്തിലാണ് ഭക്ഷണത്തെക്കുറിച്ച് പറയുന്നത്. അതിന് ഞാൻ ആണുങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ പാടില്ല എന്നൊന്നും ഈ പറഞ്ഞതിൽ അർത്ഥമില്ല. അല്ലെങ്കിൽ പെണ്ണുങ്ങൾക്ക് എന്ത് തൊള്ളേ തോന്നിയതും പറയാം എന്നും ഈ പറഞ്ഞതിൽ അർത്ഥമില്ല. പ്രധാനമായും നന്നാവേണ്ടത് 2 കാര്യമാണ്: ആണുങ്ങളെ വർത്താനം, പെണ്ണുങ്ങളുടെ പെരുമാറ്റം. പെരുമാറ്റത്തിൽ 1-ാം സ്ഥാനത്ത് ഭക്ഷണം. ആണുങ്ങളെ വർത്താനം നേരാവണം. അത് നേരായില്ലെങ്കിൽ സംഗതി പ്രശ്നമായി.